ഇത് പുലർകാല മഴയിൽ കുളിച്ചു നിൽക്കുന്ന ശാർക്കര ഭഗവതി ക്ഷേത്രം. 29 കരക്കാരെയും കാത്തുരക്ഷിക്കുന്ന സർവദോഷ സംഹാരിണി ആദിപരാശക്തി ശ്രീ ഭദ്രകാളി വാഴുമിടം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ശാർക്കരയിലാണ് അതിപുരാതനവും പ്രശസ്തവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശർക്കര കച്ചവടക്കാരുടെ ശർക്കര കുടങ്ങളിലൊന്നിൽ കുടികൊണ്ട ദേവീ ചൈതന്യത്തെ വില്ലോമംഗലത്ത് സ്വാമിയാർ കുടത്തിൽ നിന്നും മാറ്റി ശാർക്കരയിൽ കുടിയിരുത്തുകയും പിൽക്കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ ക്ഷേത്രം നിർമ്മിക്കുകയും പ്രതിഷ്ഠ ശാർക്കര ദേവിയായും ക്ഷേത്രം ശാർക്കര ദേവീക്ഷേത്രമായും നാമകരണം ചെയ്യപ്പെട്ടു എന്നുമാണ് ചരിത്രം. ക്ഷേത്രം നിർമ്മിച്ച വർഷം കൃത്യമായി രേഖപ്പെടുത്തി കാണുന്നില്ലെങ്കിലും 1748 ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കാളിയൂട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചതു മുതലാണ് ശാർക്കര ക്ഷേത്രം പ്രസിദ്ധിയിലേക്ക് ഉയർന്നതെന്നാണ് അനുമാനം. കുംഭം മീനം മാസങ്ങൾ മുതൽ അങ്ങോട്ട് ഭക്തിസാന്ദ്രമായ ആഘോഷങ്ങളുടെ നിറവിൽ ആറാടി നിൽക്കും ശാർക്കര ക്ഷേത്രവും ചിറയൻകീഴും. കുംഭമാസം 1-ാം തീയതി ശാർക്കരേശ്വരിക്ക് മണ്ഡലങ്ങളിൽ പൊങ്കാലയർപ്പിക്കാൻ ആഴ്ചകളോളം കഠിന വ്രതാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞു വന്നിരുന്ന സ്ത്രീഭക്തർ ക്ഷേത്രസന്നിധിയെ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയാക്കി മാറ്റും. നാടൊന്നാകെ തങ്ങളുടെ കാവലായി നിലകൊള്ളുന്ന സർവേശ്വരിക്ക് മുന്നിൽ ഇഷ്ടനിവേദ്യമായ കടുംപായസം സമർപ്പണമുൾപ്പെടെ വഴിപാടായി സമർപ്പിച്ച് ആത്മനിർവൃതിയടയും. ലോകപ്രശസ്ത ആറ്റുകാൽ പൊങ്കാലിൻ്റെ അത്രയും വരില്ലെങ്കിലും അതിനോളം തന്നെ പ്രാധാന്യമേറിയതാണ് ശാർക്കര പൊങ്കാലയും. കുംഭമാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ശാർക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കാളിയൂട്ട്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ശാർക്കര ക്ഷേത്രത്തിൽ വച്ച് നേർച്ചയായി നടത്താമെന്ന് ഏറ്റുപറഞ്ഞു തുടങ്ങിയതാണ് കാളിയൂട്ട്. ജനങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിച്ച് പൊറുതുമുട്ടിച്ചുകൊണ്ടിരുന്ന ധാരികനെ നിഗ്രഹിച്ച് ജനങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു എന്നതാണ് കാളിയൂട്ടിൻ്റെ വിശ്വാസം. കാളിയൂട്ടിന് തലേ ദിവസം ധാരികനെ അന്വേഷിച്ച് ദേവി 22 കരകളിലും പോകുന്ന ചടങ്ങാണ് മുടിയൊഴിച്ചൽ. 9 ദിവസത്തെ ആചാര അനുഷ്ഠാനങ്ങളോടെ അത്യധികം ആർഭാടമായിട്ടാണ് ഇന്നും കാളിയൂട്ട് നടത്തുന്നത്. കാളിയൂട്ടിന് കുറിപ്പ് കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ 9 ദിവസം സാമൂഹിക അനാചാരങ്ങളെ കളിയാക്കുന്ന പലവിധ നാടകങ്ങളായി കാളി നാടകം അരങ്ങേറും. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള തുള്ളൽപുരയിലാണ് ഇത് നടക്കുന്നത്. മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശാർക്കര ദേശക്കാരുടെ മഹോത്സവമാണ് ശാർക്കര മീനഭരണി മഹോത്സവം. ക്ഷേത്രപ്പറമ്പിൽ ഒരുക്കിയിട്ടുള്ള സ്ഥിരം വേദിയിൽ 10 ദിവസത്തെ കലാപരിപാടികളോടെ വളരെ വിപുലമായി മീനഭരണി മഹോത്സവം നടത്തുന്നു. ഒൻപതാം ദിവസം 22 കരകളിൽ നിന്നുമുള്ള ഉരുൾ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നു. ശയനപ്രദക്ഷിണത്തോടൊപ്പം ഘോഷയാത്രയും നാദസ്വരമേളവും ബാൻഡ് മേളവും കെട്ടുകാഴ്ചകളും പരമ്പരാഗതമായ കലാരൂപങ്ങളും ഓരോ കരക്കാരുടെയും മാത്സര്യ ചിന്തയെ വിളിച്ചറിയിക്കുന്നു. 10-ാം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ട് ഘോഷയാത്രയും കഴിഞ്ഞ് കൊടിയിറങ്ങി ഉത്സവം അവസാനിക്കുന്നു. ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മേടമാസത്തിലെ 10-ാം ഉദയം വരെ ശാർക്കര മൈതാനത്തിൽ വിവിധതരം മേളകളും അരങ്ങേറുന്നുണ്ട്. എല്ലാ വർഷവും ചിങ്ങം 1-ന് സർവൈശ്വര്യ പൂജ ദേശക്കാരെല്ലാം ചേർന്ന് ഒത്തു നടത്തുന്നു. തുലാമാസത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവം സംഗീത സദസ്സായി ആഘോഷിക്കുന്നു.
അവസാനത്തെ ദിവസം കുട്ടികളുടെ വിദ്യാരംഭത്തോടെ മഹോത്സവം അവസാനിക്കുന്നു. വൃശ്ചികം 1 തീയതി മുതൽ 41 ദിവസം മണ്ഡലകാല ഉത്സവം. മണ്ഡലകാലത്തിലെ കലാപരിപാടികളും ചുറ്റുവിളക്കും കരിമരുന്ന് വിസ്മയ കാഴ്ചകളും ഓരോ കുടുംബക്കാരും നേർച്ചയായി നടത്തിവരുന്നു. കർക്കിടക മാസത്തിലെ നിറപുത്തരി മറ്റു പ്രധാന ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ശാർക്കര ദേവീ ക്ഷേത്രത്തിലും വിപുലമായി ആചരിക്കപ്പെടുന്നു. രാവിലെ 4 മണിക്ക് നിർമാല്യ ദർശനത്തോടെ തുറക്കുന്ന ദേവീനട ഉച്ചപൂജയും ശിവേലിയും കഴിഞ്ഞ് 11:30 അടയ്ക്കുകയും വൈകിട്ട് 5 മണിക്ക് വീണ്ടും പൂജകൾക്കായി തുറക്കുന്ന നട അത്താഴപൂജയും ശിവേലിയും കഴിഞ്ഞ് രാത്രി 8 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും കഷ്ടിച്ച് 200-300 മീറ്റർ മാത്രം ദൂരമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് വളരെ അനായാസം എത്തിച്ചേരുവാൻ കഴിയുന്ന തരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തിയുടെ നിറവിൽ സർവ്വദുഃഖ സംഹാരിണിയായി ശാർക്കര ദേവി ചിറയൻകീഴ് ദേശത്തിലെ ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഓം ശ്രീ ശാർക്കരേശ്വരി നമഃ.